കഴിഞ്ഞു. വട്ടവിടെ അദ്ദേഹം വട്ടത്തിന് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയത് ഇതാണ്. നല്ല കുഴപ്പമില്ല. ഓട്ടെ മോനെ മോനെ ഡൊണ്ടു ടീമൊന്നും കൂടെ പറയാണ്. കടലാസ് നിങ്ങളുടെ കയ്യിലോട്ട് തരും, ഒരു കത്രികയും തരും. സ്ട്രെയിറ്റ് ആയിട്ട് ഒരൊറ്റ വെട്ട് വെട്ടുക. എനിക്കൊരു വട്ടം കിട്ടണം. അതാണ് കത്രിക തരട്ടെ. കിട്ടിയോ? ഇല്ല. ഇദ്ദേഹം വട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് വട്ടം വരട്ടെ. നോക്കട്ടെ നോക്കട്ടെ. ഇതാണ് അദ്ദേഹത്തിന്റെ വട്ടം. വേറൊരാൾ വട്ടം ഉണ്ടാക്കാൻ എല്ലാം റെഡി ആയിരിക്കും. ഒറ്റ വെട്ട സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് വെട്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. സ്ട്രെയിറ്റിന് നേരം ലേശം ഒന്ന് വളച്ചു. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാവും. ബലമുള്ള കത്രിക വേണം. കുറെക്കൂടെ ഭംഗിയാക്കണമെങ്കിൽ വലിയ കത്രിക വേണം. നല്ല ബലമുള്ള കത്രിക വേണം. കുറെക്കൂടെ ചെറുതായിട്ട് മടക്കിയ നല്ല വട്ടൻ കേട്ടോ. ഇത് ഈ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ, ഇത് നോക്കിയാൽ ഈ ഓരോ മടക്കിയിരിക്കുന്ന സാധനവും ഓരോന്നും എന്താണ്, ഇതിനെന്ത് പറയും? ട്രയാങ്കിൾ, ത്രികോണം. 3 സൈഡുള്ള സാധനം. ത്രികോണം. സർക്കിൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രയാങ്കിൾസ്. പേരെന്താണ്? എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? ഇരിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വന്ന് പഠിക്കാനും ഇവിടെ വന്ന് ഗവേഷണം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാനാണ് ക്ലാസ് നടത്തുന്നത് കേട്ടോ. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എന്താ നടക്കുന്നത് അറിയാമോ? ഈ ഡിപ്പാർട്ട്മെന്റ് പേരെന്താണ്? എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് പേര്? കാര്യവട്ട യൂണിവേഴ്സിറ്റി. ഈ ഡിപ്പാർട്ട്മെന്റ് പേര് എന്താ പറയുന്നത്? പേരില്ല ഡിപ്പാർട്ട്മെന്റ്. ബയോ ഇൻഫർമാറ്റിക്സ് അറിയാം? പേരറിയാം ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് പറഞ്ഞത്? ബയോളജിയും കമ്പ്യൂട്ടറും രണ്ടും കൂടെ ചേരുന്ന വിഷയമാണ് ബയോ ഇൻഫർമാറ്റിക്സ് കേട്ടോ. എലികളെല്ലാം പലയിടങ്ങളിൽ ഒളിവിലായി തൊരുതുരെ പുതിയ കണ്ടനെ എതിരിടാനൊരു വഴിയൊരുക്കി ശടശടേ. പുതിയ കണ്ടനെ എതിരിടാനൊരു വഴിയൊരുക്കി ശടശടേ.
എലിക്കൂട്ടം പൊറുക്കുന്ന പഴം തട്ടും പുറത്തെങ്ങാണ്ടൊരു ദിനം ഒരു ദിനം ഒരു ദിനം മണം പറ്റി പദം പമ്മി തരം നോക്കി കരിങ്കണ്ടൻ വരികയാ വരികയാ വരികയാ. ഇതുപോലെ ഉണ്ടാണോ കണ്ട പെൺകുഞ്ഞ് തുറിയവാലനു ചെറിയ സംശയമാരു കെട്ടും കുടമണി തുറിയവാലനു ചെറിയ സംശയമാരു കെട്ടും കുടമണി എലിക്കൂട്ടം പൊറുക്കുന്ന പഴം തട്ടും പുറത്തെങ്ങാണ്ടൊരു ദിനം ഒരു ദിനം ഒരു ദിനം മണം പറ്റി പദം പമ്മി തരം നോക്കി കരിങ്കണ്ടൻ വരികയാ 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 വരികയാ. ഏഴുനില മാളിക മണിപ്പാവിനുള്ളിലെ പാവനായിട്ട് കാവനായ്ക്ക് പണ്ടു പണ്ടൊര കിടി പറ്റി കാലത്തെ കാക്കകൾ കൊത്തുകൂടി തട്ടി താഴത്തു വീഴോരെല്ലു കിട്ടി കാലത്തെ വേറെ കത്രികയൊന്നുമില്ലേ? തട്ടി താഴത്തു വേറെ കത്രികയൊന്നുമില്ല. ഇതുവഴി ചാടിയും കാറ്റും പതുങ്ങിയും കടന്നു പോയി കാറ്റും പതുങ്ങിയും കടന്നു പോയി. ഏഴുനിലമാളിക മട്ടുപ്പാവിനുള്ളിലെ കാവനായ്ക്ക് പണ്ടു പണ്ടൊര കിടി പറ്റി തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ മറ്റുള്ളവരെല്ലാരും മുന്നിലേക്ക് ഓടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ നോക്കി പണ്ടു പഠിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ മുന്നോട്ടൊന്നു നടന്നു വരൂ ഒന്ന് പറഞ്ഞു തരൂ അമ്മേ ഒന്ന് പറഞ്ഞു തരൂ ഓടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും ഇതിന്റെ മേൽഭാഗത്ത് ഗമ്മാണ്. ഇത് തേച്ചിട്ട് അത് ഫെവിക്കോളാം. ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുൻപ് ഇതിനെ ചുരുട്ടി രണ്ട് പ്രാവശ്യം ചിന്തിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.
വറ്റിയ ദാഹനീരിനായി കൊതിച്ചും ചാടിയും രണ്ട് തവളകൾ കൊണ്ട് ടയർ കുറിച്ച് തരണോ? ഞാനുണ്ടാക്കിക്കോട്ടെ. രണ്ട് സൈഡും ഇന്നെ ഇവിടെ എടുത്തോ. അത് അമ്മ പിടിച്ചോ. ഗൗരി ഇരുത്തുന്നില്ല. ശില്പ പായയുടെ ഇത്രയും വരെ മതിയേ. അവിടെ തൊട്ട് അപ്പുറത്തോട്ട് വേണ്ട. അവിടെ പായയുടെ അറ്റം വരെ ഒരു ഗ്യാപ്പുണ്ടല്ലോ, അവിടെ ഇരുത്തിക്കാം. ആ കിട്ടുന്നില്ല. ഉമേഷ് അദ്ദേഹത്തിന് സന്തോഷമില്ല ഇത് ആർക്കും. ആക്കാൻ പറ്റുമോ? എല്ലാരും ഇങ്ങനെ ആക്കിയാൽ അയ്യോ കൂവിക്കോ കൂവിയാ കാണട്ടെ. കൂവിക്കോ കൂടാ കൂവിയാ കാണട്ടെ. ഫോർമാലിറ്റിക്ക് മതി എന്ന് പറഞ്ഞ കഴിച്ചോ? കഴിച്ചോ? ഒന്നൊന്ന് നമ്മൾ എവിടെയൊക്കെ കാണാം, ഒന്നൊന്ന് എവിടെയൊക്കെ കാണും, ഒന്നുള്ള സംഖ്യ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? അല്ല, അത് നോട്ട്ബുക്കിൽ ഒഴികെ. നോട്ട്ബുക്കിന്റെ കാര്യമേ ഞാൻ സംസാരിക്കുന്നില്ല. ഒന്ന് എവിടെയൊക്കെ കാണാൻ പറ്റും?
ഒന്ന് ഒരാള് പിന്നെ വേറൊരാള്. നമുക്ക് എത്ര വായുണ്ട്? പിന്നെ മൂക്കൊന്നുണ്ട്. പിന്നെ കണ്ണ് രണ്ട് കണ്ണ്, രണ്ട് ആർട്ടൊന്നേ ഉള്ളൂ. പിന്നെ ഒരു ബലൂണ്. പിന്നെ ഒന്നും എവിടെ കാണാൻ പറ്റും? ആ പോട്ടെ, രണ്ട് നാർക്ക് എവിടെ കാണാൻ പറ്റും? രണ്ട് 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 കണ്ണ്, രണ്ട് ചെവി, രണ്ട് വൃക്ക, രണ്ട് കാല്, രണ്ട് കൈ. ആ പിന്നെ കോഴിക്ക് 4 കാലുണ്ട് അല്ലേ? രണ്ട് കാല്. പശുവിന് 3 കാലല്ലേ? 4 കാല്. അപ്പം പിന്നെ 3 എവിടെ കാണാൻ പറ്റും? 3 ഓട്ടോറിക്ഷന്റെ വീല്. പിന്നെ പിന്നെ 3 എവിടെ കാണാൻ പറ്റും? 3 വേറെ പിടിയില്ല. ഓട്ടോറിക്ഷയുടെ ഒരു കാല് പോയ പട്ടിക്ക് 3 കാലുണ്ടാവും. കറക്റ്റ്. പിന്നെ എവിടെ കാണാൻ പറ്റും? ഇന്ത്യൻ പതാകയിൽ 3 കളർ. ഒന്നുകൂടെ കണ്ടുപിടിച്ചു. പിന്നെ 3 എവിടെ കാണാൻ പറ്റും? 3 കിങ്സ്. പിന്നെ 3 കിങ്സ്. 3 അതൊക്കെ പോട്ടെ, വേറെ എന്താ കാണാൻ പറ്റും? 3 ആപ്പിള്, 3 ഓറഞ്ച്, 3 മാങ്ങ, 3 അതൊക്കെ കാണാം. മൂവില നേടില്ല. മൂവില 3 ഇലയാണ് അതിന് ഉണ്ടാവുക. ഒരു ചെടിയുടെ ഇലയാണ്, അതിന് 3 ഇലയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവുക. പിന്നെ ബാക്കി 3 ഇല. അങ്ങനെയാണ് മൂവില എന്ന് പറയും. 4 കുറെ കോമൺ ആണ് അല്ലേ? 4 ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ 4 ഉള്ളത്? കാറിന്റെ വീല്, 4 കാലുള്ള പട്ടികൾ, 4 കാലുള്ള പശുക്കൾ, 4 കാലുള്ള എരുമകള്, ആന, കോഴി. കോഴിയില്ല അല്ലേ? പിന്നെ 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 ആർക്കൊക്കെ ഉണ്ട്? 4 പൂച്ചക്ക് 4 കാല്, ആടിന് 4 കാല്. ഈ കാലൊഴിക്കാതെ ബാക്കി എന്തെങ്കിലും കാര്യം പറയും. വേറെ 4 എവിടേക്കുണ്ട്? പോത്തിന്. പാനങ്ങളുടെ വീല് കഴിഞ്ഞു. പോത്തിന്. അവന് പോത്ത് ഏറ്റവും ഇഷ്ടം. പിന്നെ കസേരക്ക് 4 കാല്. പിന്നെ ടേബിളിന്. പശുവിന് പിന്നെ രണ്ടാമത്തെ പശുവാണിത്. ഞാൻ ഒരു പശു പറഞ്ഞു. 3 നിങ്ങൾ ഇത് കണ്ടില്ലായിരുന്നു? 3 ചിരട്ടയ്ക്ക് 3 കണ്ണാണ് അല്ലേ? അത് പറഞ്ഞില്ല. അപ്പം ആ അതെ, കട്ടിലിനല്ലേ? പിന്നെ 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 4 പെട്ടെന്ന് പറയും. നമുക്ക് എന്നിട്ട് അടുത്ത പണിക്ക് പോകണ്ടോ? കൊറേ സ്ക്വയർ കാണാം അല്ലേ? കൊറേ സ്ക്വയർ കാണാം. അതായത് ഈ സ്ക്വയർ, ഇതൊരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ. ഒന്നേ കണ്ടുള്ളൂ. ഇത് റെക്ടാങ്കിൾ അല്ലേ? ഇതെന്താ? പിന്നെ ഇതോ 4 സൈഡഡ് ഷേപ്പിന് എന്ന് പറയും. 4 വശങ്ങളുള്ള. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ആശാരിപ്പണിയെടുത്തിട്ട് കുറെ ബാക്കി സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഷേപ്സ് ഉണ്ടാവും അല്ലേ? കണ്ടില്ലേ ഷേപ്സ്? ഇത് ആശാരി പണിയെടുത്തിന്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ്. ഇതെന്താ പറയും? ഒരു സർക്കിളിന്റെ പകുതി അല്ലേ? ഹാഫ് സർക്കിൾ. ഇതെന്താ പറയും? ഇതെന്താ പറയാ? ഇതെന്താ പറയും? ഇതെന്താ പറയും? റെക്ടാങ്കിൾ അല്ല. റെക്ടാങ്കിളിന്റെ ഒരു 3 ഡയമെൻഷൻ 3D ആണ്. ക്യൂബോയിഡും അല്ല, റെക്ടാങ്കിളോയിഡ് എന്ന് പറയുവാണെങ്കിൽ ഇതിന് അല്ലേ? എന്താ പറയും? ഇനി പ്രത്യേകിച്ച് പേരൊന്നും പറയാം. നമുക്ക് ഈ പേരിടാൻ വേണമെങ്കിൽ ശശി എന്ന് പേരിടാം, ദാമോദരന്റെ പേരിടാം. എന്താ? സിലിണ്ടർ. വേറെന്തൊക്കെ സിലിണ്ടർ കാണാൻ പറ്റും ലോകത്ത്? ഗ്യാസ് സിലിണ്ടർ, പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, പിന്നെ ജ്യൂസ് ക്യാൻ ഉണ്ട്. പിന്നെ ഏതൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ എന്തൊക്കെ കാണാൻ പറ്റും? പിന്നെ വീൽ, മൂൺ, സൺ. ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലേ? മൂണിന്റെ അടുത്ത് പോയ പക്ഷേ ഇതായിരിക്കും ഗ്ലോബ് അല്ലേ? മൂണിന്റെ അടുത്ത് പോയ എങ്ങനെ ഇരിക്കും? ഗ്ലോബ് ആയിരിക്കും അല്ലേ? സ്പിയർ ആയിരിക്കും അല്ലേ? പിന്നെ ഇപ്പി. പിന്നെ ഇതെന്താ? ഇതുപോലെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും? ബിസ്ക്കറ്റ് കാണാൻ പറ്റില്ലേ? ബിസ്ക്കറ്റ്. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഇതുപോലെ കൃത്യമാണെന്നില്ല. ബ്രെഡ് കണ്ടിട്ടുണ്ടോ? ബ്രെഡ് ജാമൊക്കെ വെച്ച് കഴിക്കും. എന്റെ പല്ല് ഉണ്ടല്ലേ? പണ്ടേ എന്നോട് ദേഷ്യമുണ്ട് ഞാൻ. ഇതെന്താ? ഇതിനൊക്കെ ജോമെട്രിക്കൽ ഷേപ്സ് ആണ്. ഇപ്പൊ വലിയ ക്ലാസ് എത്തുമ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ചുരുക്കത്തിലല്ല നമ്മൾ പറഞ്ഞത്, നമുക്ക് നേച്ചറിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ ഒരുപാട് ജോമെട്രി, ഒരുപാട് നമ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഇനി കൂടുതൽ കാര്യങ്ങൾ ചേച്ചിമാരും ചേട്ടന്മാരും നിങ്ങളെ കൊണ്ടു നടന്ന് കാണിച്ചു തരും. പഠിപ്പിക്കുന്നില്ല ഇവിടെ. മണോ അതേ ടേസ്റ്റ്. ഇതിൽ 5 ഉണ്ടോ? എല്ലാരും ശ്രദ്ധിച്ച എല്ലാരും വന്നേ. ഒരു സഞ്ചി തരും, നോക്കിയിട്ട് തരണം. അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കിയിട്ട് തരണം. പറയണ്ട, ഒന്നും പറയണ്ട, നോക്കിയാ എല്ലാരും നോക്കിക്കോളൂ. ഒന്ന് പറഞ്ഞൂടാ. ആരെ കാണാതെ ശരി, ഇത് എത്ര വാങ്ങിയുണ്ട്? ബാക്കി എത്രയുണ്ട് പറഞ്ഞേ? 6 11 പറഞ്ഞു. കൂടുതലുണ്ടോ? പറഞ്ഞ മാറ്റാൻ പാടില്ലേ? 13 പറഞ്ഞു. എത്ര? 20 പറഞ്ഞിട്ടുണ്ട്. 9 പറഞ്ഞു. ഇവിടെ 6 അവിടെ പറഞ്ഞില്ല. എണ്ണം പറയും. പറഞ്ഞോ? ഒരു ഗസ് 7 പറഞ്ഞു. ഇവിടെ പറഞ്ഞില്ല. ഒരു ഗസ് പറഞ്ഞു. 12 പറഞ്ഞു. മോള് പറഞ്ഞു 9. അല്ല ബാക്കി എല്ലാരും കൂടെ പറയും. എത്രയുണ്ട്? 13. വിപിൻ കണ്ടില്ല. 16. ആരാ പറഞ്ഞ? വലിയ മാങ്ങ കൊടുത്തു. അപ്പൊ ഇനി മാങ്ങ മുറിച്ച് എല്ലാവർക്കും കൂടെ തിന്നിട്ട് അടുത്ത സ്ഥലം. ആർക്കൊക്കെ പച്ചമാങ്ങ വേണം? പച്ചമാങ്ങ ഉപ്പിട്ട് ഉപ്പും കൊണ്ട് മുളകൊടി തുറക്കും. താഴെ എല്ലാവരും കുത്തിയിരുന്ന് പിടിച്ചോ പച്ചമാങ്ങ.
അയ്യേ എന്റെ വാടി അടുത്തത് പഴുത്ത മുറിക്കാവേ. പച്ച മാങ്ങ മുളകൊടി 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 കൊടുക്കണം. ചവിട്ടല്ലേ മുളകൊടി മുളകൊടി ഇനി അടുത്ത പഴുത്ത മാങ്ങ മുറിക്കണേ. ഇവിടെ കുറച്ച് പേർക്ക് പഴുത്ത മാങ്ങ ഗുണം പറ്റേ മുളകൊടി കണ്ണി വീഴരുത്. കുറച്ചുകൂടെ എടുക്കാൻ. പഴുത്തതും ഈ ഉപ്പ് മുക്കിത്തത് നന്നായിരിക്കും കേട്ടോ. ആ സ്റ്റൈലായിരിക്കും. ആരൊക്കെ കേക്ക് മുളകൊടിയും കൂടെ തിന്നിട്ടുണ്ട്? നല്ല സൂപ്പർ സൂപ്പർ. അണ്ടി ഇറക്കാണ്ട് ഒരു പച്ച ഒരു പൊളിച്ചത്. എന്റെ കത്തി വിളിച്ച പൊളിച്ചും പച്ചയും കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അച്ചാർക്കാണ്ട് കുറച്ച് കഴിഞ്ഞില്ല മോനത്. താമസിച്ചെങ്കിലേ മാങ്ങ കുറച്ചുണ്ട്. ബാക്കി പിന്നെ എല്ലാരെയും കൊണ്ട് കാണിച്ച സ്ഥലങ്ങളൊക്കെ എല്ലാരും സ്ഥലങ്ങളെ കാണിക്കാൻ പോയി എല്ലാരും. പറഞ്ഞോ രാവിലെ തുടങ്ങിയിട്ട് ചെടിയൊക്കെ കളിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഗ്രീൻ ഹൗസിന്റെ ഗാർഡൻ കാണിക്കാൻ കൊണ്ടുവന്ന് അവിടുന്ന് ചെടിയൊന്നും പറിക്കട്ടെ. അത് പറിച്ചോ, പക്ഷെ അതിനകത്ത് നല്ലതൊന്നും പറിച്ചോളൂ കേട്ടോ. അവിടെ നിങ്ങൾ കൊണ്ടേ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് പഠിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാ പഠിക്കുന്ന അറിയത്തില്ല, അതുകൊണ്ട് പറയണല്ല ഒന്നും പറഞ്ഞുകൊണ്ട് പറിച്ചു കളയായിരുന്നു. നിങ്ങൾക്ക് തന്നെ പിന്നെ വരുമ്പോൾ കാണാം കേട്ടോ. അടുത്ത വർഷം നിങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഗാർഡനാവും. ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പണി കേട്ടോ. ഈ വർഷം നിങ്ങൾ കുറച്ച് കാടൊക്കെ കാണുവാണെങ്കിലും അടുത്ത വർഷം നമുക്ക് നല്ലൊരു ഗാർഡൻ കാണാം. എങ്ങനെ ഇപ്പൊ കണ്ട്
ബയോഇൻഫർമാറ്റിക്സ് മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്ത് പ്രോഗ്രാമാണ് അവിടെ? മുള്ളുണ്ട്. ഒരു ദിവസം നമ്മളിത് കണ്ടില്ലെന്ന് പറയും. നീ നേരത്തെ ഓക്കെ. ആദ്യം സ്ട്രേറ്റ് എന്നിട്ട് അയ്യോ ക്യാമറ ചെയ്തിട്ട് ഇത് ക്ലിയർ ആവശ്യം ക്ലിയർ ആയി കിട്ടിയാ പോലെ വടിയൊക്കെ വെക്കാൻ ആ മരത്തിന്റെ ഉയരം പറഞ്ഞു. ആ മരത്തിന്റെ ഉയരം എത്രയെന്ന് പറയാമോ? ഒരു 2.5 ആള്. ഒരു കഷ്ണം വടി തരാം, നിങ്ങൾ പറ. ഈ ഒരു കഷ്ണം വടി വെച്ചിട്ട് ആ മരത്തിന്റെ ഉയരം എത്രയെന്ന് പറയണം. 6 മീറ്റർ. വെട്ടിച്ചടിക്കോ? എനിക്കറിയാൻ പറ്റും. എനിക്ക് ഒരാളെയും കൂടെ ജെഫി ആണ്ടിലെ സംക്രാന്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എടുത്തിട്ട് വെക്കാനുള്ള ഹിസ്റ്ററി വിനിക്കറിയാം അല്ലേ വിനി? നന്നായിട്ട് പോയി കഴിക്കാം. മാധുക്കുട്ടി ഞാൻ പക്കട്ട് കൊണ്ടുവരും ഭക്തിയിലെടുത്ത് പോലെ
ഇനി വന്നെങ്കിൽ കാണിച്ചു തരാം. ശരി ഓടി വാ അത് വാ റിപ്പീറ്റ് ആവണ്ട. കുറച്ചു താഴ്ത്തു സ്പീഡ് വേണ്ട. എണ്ണയല്ല എണ്ണ, ബട്ടർ കഴിച്ചിട്ടില്ലേ? ബട്ടർ, അതാണിത്. ഇങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ആക്കുമ്പോഴത്തേക്കും അതിന്റെ ഇതിലൊരു സയൻസ് ഉണ്ട് കേട്ടോ. ഇതിലെന്ത് സയൻസ് ഉള്ളത് അറിയാമോ? ഇത് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ടേണിങ്. പക്ഷെ ഇതിലെ സയൻസ് എന്താ? ഇതിലെ സയൻസ് ഇത് എന്ത് വെച്ചാൽ നമ്മളിത് ചെയ്യുന്നത്? പറഞ്ഞേ, പറഞ്ഞേ. ഈസ്റ്റ് അല്ല. അപ്പൊ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള വെണ്ണ എന്ത് ചെയ്യും? അത് തെളിഞ്ഞ് ഉള്ളോട്ട് വരും. അപ്പൊ ഇത് അത് നമ്മളിങ്ങനെ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള എല്ലാ നെയ്യും എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ബോളിലോട്ട് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും, തെളിഞ്ഞ് വരും. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താ? അതായത് നമ്മുടെ ഈ വലിയ ശാസ്ത്രശാഖയെ ബയോടെക്നോളജിയുടെ ബിഗിനിങ് എന്ന് പറയുന്നതും നമ്മുടെ വീടുകളിൽ നിന്നാണ്. അമ്മമാര് നമുക്ക് നല്ല ദോശയൊക്കെ ഉണ്ടാക്കി തരത്തില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. അതൊക്കെ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അമ്മ അപ്പത്തിന് മാവ് വെച്ചിട്ട് അതിനകത്ത് ഈസ്റ്റ് വെള്ളത്തിൽ കൂടെ സോൾട്ട് ഇട്ടിട്ട് ഞാൻ സോൾട്ട് പുത്താ ഹേ ഞാൻ വെച്ചേരാം. Now I'm gonna fill this water with water. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടീച്ചർ അപ്പുറത്തോട്ട് നിൽക്കോ? Have you seen the nice. Study whether air at this air takes space on space. So what to do? For defining this, I am gonna pour it into water. Now you can see water is retaining in this bottle only, in this funnel only. It's not going down freely. You can see it. What is the ഇത് കുത്തി വെച്ചിട്ട് ശരി സമ്മതിക്കാം. നമ്മളുടെ എന്താണ് അതിലൊക്കെ ബിസ്ക്കറ്റ് അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അവിടെ സംബന്ധിക്കുന്നത് എന്താണ്? അവിടെ മിൽക്ക് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ചോക്ലേറ്റ് ഈ ബൈകാർബണേറ്റും റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം അതുകൊണ്ടാണ് പൊങ്ങി ഒരു സ്പോഞ്ച് പോലെ സ്പോഞ്ച് പോലെ നമ്മൾ ഈ ബലൂൺ എടുക്കാം. എന്നിട്ട് കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. മീൻസ് ഹസാർഡ് വേസ്റ്റ് കെമിക്കൽസ് ഒന്നുമല്ല. വിനീഗറൊക്കെ ഇതിൽ സ്പ്രേ എല്ലാം
അല്ലേ നമ്മളിതിനെ പൊങ്ങുന്ന രീതിയിലാക്കാം. പൊങ്ങാൻ വെക്കാം. ഉപ്പ് വെള്ളം ഉണ്ടാക്കാം. ഉപ്പ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് മുട്ടിട്ട് നോക്കാം. പൊങ്ങുന്നുണ്ടോ മൂന്നുണ്ടോ എന്നോ. നേരത്തെ ബലൂൺ പൊങ്ങിയൊന്നുമില്ലേ? ഉള്ളത് കൊണ്ട് മുട്ട താഴ്ന്നു പോയി. പക്ഷെ സോൾട്ട് ഇട്ടപ്പോഴത്തേക്കും മുട്ടയുടെ ഡെൻസിറ്റിയുടെ സോൾട്ട് വാട്ടറിന്റെ ഡെൻസിറ്റി അത് കാരണം One more example, can you tell me? Insulator? Good. Okay, good. Any other? Pen, yeah, of course. Plastic. Yeah. Water. Water, clothes. Salt water is conductor. Okay, good. Very good. You understand? Huh? What did you understand? What is what is conductor? Then Straw. Okay, good. Very good. Can you tell me one example of conductor? scale. Yeah, scale. Knife. യക്ഷിയും പ്രേതമൊക്കെ അറിയാവുന്നതായിരിക്കും. യക്ഷിയും പ്രേതവും ഈ യക്ഷിയും പ്രേതമൊക്കെ ചിരിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ഒരു യക്ഷി ചിരിക്കുന്ന ശബ്ദം കേൾക്കാണ്. ഇങ്ങനെ ചിരിക്കുന്ന യക്ഷിമാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മള് സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന യക്ഷിമാർ ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വളരെ ഭയങ്കര ശബ്ദത്തിലായിരിക്കും കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ശബ്ദമാണ് ഈ കുതിരവണ്ടിക്കകത്ത് പോകുന്ന ശബ്ദം. അറിയാം കുതിരവണ്ടിക്കകത്ത് ശബ്ദം ഒന്നെടുക്കാം. എങ്ങനെ? അങ്ങനെ ഈ കുതിരവണ്ടിക്കകത്ത് പോകുന്ന ഒരാള് ഒരു മൂളിപ്പാട്ട് പാടുമ്പോ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രിയത്തിന്റെ ശബ്ദം അറിയാൻ നോക്കി. ഇന്ദ്രിയ നീയാണല്ലേ മാധവൻ, മീശ മാധവൻ. നാളെ നമ്മൾ കാണുമ്പോഴേ ആ മീശ എവിടെ വേണം? ഏത് ക്ലീൻ ഷേവ് വില്ലേജോ? ഒരുപാടങ്ങ് പൃഥ്വിരാജിന്റെ സൗണ്ട് പറയും. പൃഥ്വിരാജിന്റെ സൗണ്ട് കേട്ടോ. ഏടാ മൂർത്തി, കുഞ്ഞുഞ്ഞു പല പെണ്ണിനെ നോക്കിയിട്ടുണ്ട്, അവൾമാരൊക്കെ വീഴ്ത്തിയിട്ടുണ്ട്. കമല, നീ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേക്ക് എന്റെ കൂടെ കാഞ്ഞിരപ്പള്ളിക്ക് പോരെ. അവിടെ തോട്ടത്തിൽ പെരുമഴയൊക്കെ പെയ്യുമ്പോ കുരുമുളക് തേച്ച് ഒഴിച്ച താറാവറച്ചിയും വരാലും മീനും ചുട്ട പപ്പടവും ഒക്കെ ആയിട്ട് നമുക്കന്ന് ഈ വാർത്ത വായിക്കുന്നവരുണ്ടായിരുന്നു. വാർത്ത വായിക്കും. അപ്പൊ ഈ TV-യിൽ വാർത്ത വായിക്കുന്ന ഒരാളെ നികേഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യ വിഷനിലെ വാർത്ത വായിക്കുന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തെ കളിച്ചു. മാന്യ പ്രേക്ഷകർക്ക് ഇന്ത്യ വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. 210 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടി ആലപ്പുഴക്കാരൻ കോലപ്പൻ ചേട്ടൻ ഗിന്നസ് ബുക്കിൽ പേര് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക്.
കരിക്കോട് വെച്ച് നടത്തിയ ലോക കിഴങ്ങുതീറ്റി മത്സരത്തിൽ 1500 പരം കിഴങ്ങുകൾ ചെന്ന് കോലപ്പൻ ചേട്ടൻ ലോക കിഴങ്ങനായി. നീന്തൽ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ പോയ തങ്കമ്മ ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു. അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടമായി, റഫറിക്ക് 2 കണ്ണു. ഏഷ്യൻ ഗെയിംസിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ശ്രീലങ്കയ്ക്ക് സ്വർണവും പാകിസ്ഥാന് വെള്ളിയും, ഇന്ത്യക്ക് ഇടിയും കിട്ടി. ഈ മീശമകൻ എന്ന് പറഞ്ഞ ചിത്രം കണ്ടത് എന്റെ എല്ലാം എന്റെ ചേലൊത്താ ചെമ്പരുതല്ലേ, നിന്റെ കാലിലെ കാണാ പാപതരം കാണാതെ പോയ പാപത്തരത്തിന് വേണ്ടി രാവിലെ ഇവിടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ TV ഒരു 9 മണി കഴിഞ്ഞാൽ മൊത്തം പരസ്യം. അപ്പൊ ഈ പരസ്യത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത് ടെലിബ്രാൻഡ് ഷോ എന്ന് പറഞ്ഞ പരിപാടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ അത് ഡബ് ചെയ്ത് മലയാളത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളെ മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു പരസ്യം. ഓക്കെ, വളരെ രസമായിട്ടാ അതുപോലെ ചില നടിമാരുടെ ശബ്ദം എടുക്കാറുണ്ട്, സിനിമ നടിമാർ. കൽപ്പനയുടെ ശബ്ദം എടുക്കുന്നത്. ഇവിടെ നടി ബിന്ദു പണിക്കർ അറിയോ? ബിന്ദു പണിക്കർ യോഗ സിനിമയ്ക്കകത്തേക്കുള്ള ബിന്ദു പണിക്കരുടെ സംഭവം. സുഭാഷ് എന്താ ഒന്നുമില്ല, നമ്മള് 1 തൊട്ട് 2 വരെ 10 വർഷം ചെല്ലേണ്ട എന്തൊക്കെ സുഭാഷ് ഇങ്ങനെ? നിങ്ങള് ഈ സിനിമ ഉണ്ടായിരുന്നു അന്യൻ എന്ന് പറഞ്ഞ സിനിമ? അന്യൻ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ആരെ കാണിക്കുന്ന കൂടെ? വിക്രം അല്ലേ? വിക്രം ആരുടെയൊക്കെ റോളിലാണ് വരുന്നത്? 3 പേര് ആരൊക്കെ വരുന്നത്? പ്രമോ, പിന്നെ അന്യൻ അല്ലേ? ഈ 3 പേര് ഒരുമിച്ച് വരുന്നതായിട്ട് ഞാൻ അഭിനയിക്കും. ഡോക്ടർ അല്ലേ? പിന്നെ അപ്പൊ ഈ ഡോക്ടർ പരിശോധിക്കുമ്പോൾ 3 പേര് ഒരുമിച്ചാവുന്ന രീതി കാണിക്കണം അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ. നാളെ പറയുന്നു உனக்கும் அம்பிக்கும் என்ன? Hey doctor, are you crazy? Ha, Rose the beauty and candy. I'm at the coffee shop doing Dr. Russell. Oh, I'm be a pure man. 8 வருஷமா நான் நீ காதலிக்கிறேன். அப்பதான் நான் வந்து ஆரியமோ ரவரம். മലയാളത്തിൽ നടന്നുണ്ട്. മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നൊക്കെ പോയ ഒരു നടൻ, ഭയങ്കര മെയ്വഴക്കമൊക്കെ ഉള്ള. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിന്ന് പോയത് ഹെലികോപ്റ്ററിനകത്തേക്ക്. അതേപോലെ ശരീരമൊക്കെ ഉള്ള ഒരു നടനുണ്ട്. ആ നടൻ വരുന്നതെന്ന് കാണിച്ചത്. ഭയങ്കര ശബ്ദമൊക്കെ ഉള്ള, ഭയങ്കര ആരോഗ്യമൊക്കെ ഉള്ള ഒരു നടനാണ്. അമ്മേ, എന്റെ ഭാര്യ ചവിട്ടിക്കൊന്നല്ലാതെ ഞാനെന്ത് കുറ്റം ചെയ്തു? ഈ നടൻ നമ്മുടെ അന്യൻ എന്ന ചിത്രത്തിലെ ആ ക്ലൈമാക്സ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. എന്റെ പെരുമാളാണ്
അമ്മച്ചി. ഇത് നമ്മള് സിനിമാ നടന്മാരെയും സിനിമാ നടിമാരുടെയും ശബ്ദം മാത്രമാണ്. ഇപ്പൊ നമ്മള് വൊഡാഫോൺ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ പരിപാടി കേട്ടിട്ടുണ്ടോ? അത് തുറന്നാൽ തന്നെ ആദ്യം വന്നിരിക്കുന്ന ആരാണ്? ജഗദീഷ്. പോവാൻ നേരത്ത് ആരാണ്? ജഗദീഷ്. ആങ്കർ ചെയ്യുന്ന ആരാണ്? ജഗദീഷ്. ജഡ്ജ് ചെയ്യുന്ന ആരാണ്? ജഗദീഷ്. ആ ജഗദീഷിന്റെ ശബ്ദം നമുക്ക് നോക്കാം. കെട്ടിക്കാൻ പ്രായമായ ഒരമ്മ, പൊല നിറഞ്ഞു നിൽക്കുന്ന ഒരച്ഛൻ, അവിവാഹിതയാണെങ്കിലും ഗർഭിണികളായ 3 ആങ്ങളമാർ, ആകെ തെറ്റിയില്ല. ഇത് മാത്രമല്ല, ശബ്ദാനുകരണം എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരോ നടിമാരോ ഈ സമകാലിക പ്രാധാന്യമുള്ളവർ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മൾ ഓരോരോ ശബ്ദങ്ങൾ അംഗീകരിക്കാറുണ്ട്. ഈ പാമ്പ് വരുമ്പടി, അതായത് ഈ മകുടി ഊതുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? മകുടി ഇങ്ങനെ ഊതുന്ന മകുടിയുടെ ശബ്ദം. ഈ ശബ്ദം എടുക്കുക എല്ലാവർക്കും പറ്റും. ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. നമ്മള് ആദ്യം ഈ മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കുക, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മൂളി വിടുക. എന്ത് ചെയ്യാ? പറഞ്ഞുതരട്ടെ മൊത്തം പാമ്പാ. ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പൊ ചോദിക്കും ഇത് ട്യൂൺ അങ്ങനെ കിട്ടും. ഈ ട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യം എന്ന് പറഞ്ഞ പണ്ടൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിനകത്തൊരു പാട്ടുണ്ട്, പാന്റും ജീൻസും കോട്ടുമണി ടൗണിൽ ചെത്തി നടക്കാം. ആ പാട്ട് തന്നെയാണ് ഈ ട്യൂണായിട്ട് പാടുന്നത്. ഓക്കെ, ഇനി കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. കണ്ടോ? എല്ലാവർക്കും വീട്ടിൽ പോയി ചെയ്യാവുന്നുള്ളൂ. അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട്. സർപ്പക്കാവിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പുള്ളുവമ്പാട്ടുണ്ട്. പുള്ളുവമ്പാട്ട് കേട്ടോ? സർപ്പക്കാവിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വായിക്കുന്ന പുള്ളുവമ്പാട്ട്. ആ പുള്ളുവമ്പാട്ട് അത് മാത്രമല്ല, കുടമൊക്കെ ഉണ്ട്. പുള്ളുവമ്പാട്ട്, ഈ പുള്ളുവമ്പാട്ടിന്റെ ശബ്ദം കേൾക്കും. ഇതേപോലെ തന്നെ കേട്ടോ. ഒന്നും ഇടയ്ക്ക് തട്ടി കൊടുക്കണം. സിമ്പിളായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില നടന്മാരുടെ ശബ്ദം എടുക്കുമ്പോഴത്തേക്കും ചില മൃഗങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമുക്ക് അവരുടെ ശബ്ദമായിട്ട് ബന്ധമുള്ള നടന്മാർ, ചില ആൾക്കാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട്. ഈ കോഴി കരയുന്ന സൗണ്ട് ഉണ്ടോ? കോഴി, അതുമായിട്ട് ബന്ധമുള്ളൊരു ആളിന്റെ പ്രശസ്തനായ ഒരാൾ മരിച്ചുപോയി. ആരാന്ന് പറയാമോ? കോഴി കരയായിട്ട് ബന്ധമുള്ള ഒരാൾ പറയാമോ? ഞാൻ ചെയ്യാം. കോഴി കരയുന്ന ശബ്ദം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ? കരുണാകരന്റെ ശബ്ദം അറിയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ എളുപ്പമുള്ള വേറൊരു ഒരാളുടെ ശബ്ദം പറയുക. നമ്മുടെ VS അച്യുതാനന്ദന്റെ ശബ്ദം എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല, എളുപ്പം എടുക്കാൻ കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ നിന്നിട്ട് തോളൊന്ന് പൊക്കി പിടിക്കും, എന്നിട്ട് തൊണ്ട ഇങ്ങനെ അടുക്കി പിടിച്ച് വളരെ ഇച്ചിരി കോമഡിയൊക്കെ വരുന്ന നമുക്ക് എന്ത് ചെയ്യണം? വളരെ ശബ്ദവുമായി പറയുകയാണെങ്കിൽ എളുപ്പം എടുക്കാനായിട്ട് വളരെ വ്യക്തവും ശക്തമായി പറയാം. ഇത്രയും പറഞ്ഞാൽ ഇതേയുള്ള ഡയലോഗ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ആളുകളുണ്ട് ജയന്റെ ശബ്ദം. ജയന്റെ സൗണ്ട് എടുക്കാൻ അറിയാം ആരെങ്കിലും? ആർക്കറിയാം? എങ്ങനെ ജയന്റെ ഡയലോഗ് എന്താ? ജയന്റെ സൗണ്ട് എടുക്കാൻ എളുപ്പമുള്ളൂ. ഇങ്ങനെ ബാസൊക്കെ ഇട്ട് അടുത്തുള്ളത് ഒരാൾ കിട്ടിയിരുന്നെങ്കിൽ അമ്മ മടമായിരുന്നു. ഉല്ലസപുത്രികളെ കണ്ടികളെ ഉന്മൂലത്തിനെ
ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൂടി പ്രകൃതിയുടെ വിളയാട്ടം. എന്നാൽ കുടിക്കാൻ ഒരിച്ച് വെള്ളമില്ല. ഒരു പഞ്ചായത്ത് പൈപ്പ്. എങ്ങോട്ട് വന്നോ? ആര് കുടിച്ചോ? അടുത്തതായി സംസാരിക്കുന്ന ഒരു പൂച്ച കുടുംബം. കരച്ചിലുകൾ പലവിധമുണ്ട്. ഏത്തിക്കരച്ചില്, മാന്തിക്കരച്ചില്, പൊള്ളക്കരച്ചില്, സിദ്ധാന്തക്കരച്ചില്. A.R. റഹ്മാനെ അമ്മ തല്ലിയപ്പോൾ. അടുത്തതായി ഒരു എഞ്ചിൻ ഡ്രൈവറിന്റെ അച്ചാച്ചൻ മരിച്ചപ്പോഴുള്ള കരച്ചിൽ. സംഗീതം ഹൃദ്യമാണ്, മധുരമാണ്, മനോഹരമാണ്. അതിന്റെ ആസ്വാദകർ പല വിധക്കാരുമാണ്. ഇതാ ഒരു കൊച്ചു കുട്ടി ഗാനം ആലപിക്കുന്നു. അത് ഒരു വൃത്തിയിലെത്തി പരിണാമിക്കുന്നു. അടുത്തതായി ഒരു താരാട്ട് പാട്ട്. അത് കേൾക്കുന്നതോ ഒരു പഴയ ടേപ്പ് റെക്കോർഡർ. പാട്ട് പാടി പുറക്കാം ഞാൻ താമരേ കേട്ടു കേട്ടു നീയുറങ്ങി ഒരു മൂളിപ്പാട്ട് പാടി ഒരു കുതിര സവാരി. അടുത്തതായി ചില പ്രത്യേകതരം കൂർക്കമലികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി ഒരു വീട്ടമ്മയുടെ കൂർക്കമലി. അടുത്തതായി
കാമുകി കാമുകന്മാരുടെ കൂർമ്മ വലിയ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി ചില വിശിഷ്ട അതിഥികൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള മൃഗങ്ങൾ പോലും അവരെ സ്വീകരിക്കാൻ മടി കാണിച്ചില്ല. നന്ദി, നമസ്കാരം. എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ അവസരം തന്ന DCD ഫാമിലിക്കും ലിൻസി ചേച്ചിക്കും വിനീതയ്ക്കും ഷോണ ചേച്ചിക്കും എന്റെ ഹൃദയവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾക്ക് 8ാം ക്ലാസ് കഴിഞ്ഞ് നടന്നിട്ട് വരില്ല. 2 കിലോമീറ്റർ ഉണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ട് നടന്നു വരാൻ. അപ്പം ഇങ്ങനെയൊക്കെ നിരുപമ ആദിത്യ ശങ്കർ അടുത്തതായി വിപിൻ സർ ഗൗരി ഗിരീഷ്
സഞ്ജു. അപർണ എസ് നായർ. രഹ്ന രാജ്. അടുത്തതായി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് റിസർച്ച് ടീം ലീഡർ രമ്യ ചേച്ചി വിളിക്കുന്നു. മേഘ പി. ഇനി അടുത്തതായിട്ട് എല്ലാവരും കേൾക്കുക. ഈ പ്രോഗ്രാം നടത്താൻ ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും സഹകരിച്ചു. എങ്കിലും പ്രത്യേകിച്ച് എംഫിലിലെ ഷാനിദയാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഷാനിദയെ ക്ഷണിക്കുന്നു. അഭിജിത്ത് എ. ഇനി അടുത്ത അതുപോലെ പ്രോഗ്രാമിന് ഒരുപാട് നേതൃത്വം കൊടുത്ത മാല, എംഫിൽ സ്റ്റുഡന്റ് മാല. അമൽജിത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരിക. അടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എംഫിലിലെ ശ്രീദേവിയെ ക്ഷണിക്കുന്നു. ശ്രീദേവി. ഹൃതിക് ചന്ദ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമല്ല ക്യാമ്പസിന്റെ കൂടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയ ശ്രീ ദിലീപ് ആർ. അദ്വൈത്. നമ്മുടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ജയമോളെ വിളിക്കും. ആശിഷ് അരുൺ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ആശിഷ് അരുൺ പോയി. ഈ പരിപാടിയിൽ ഒരുപാട് പങ്കെടുത്ത് വിജയം വരിക്കാൻ പങ്കുവഹിച്ച MSCEയുടെ പ്രതിനിധിയായിട്ട് സുഹൈബിനെ വിളിക്കുന്നു. സർട്ടിഫിക്കറ്റ്. रोहन चंद्रशेखर. ഇനി ഈ പ്രോഗ്രാമിന് പ്രത്യേകം പണിയൊന്നും ചെയ്യാതെ എല്ലാവരെയും ചീത്തയൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ട് വന്ന അച്ചു ശങ്കറിനെയും കുറിച്ച് എസ് ഹരിശങ്കർ. ഹരിശങ്കർ അപ്പൊ ഡീസൽ. ആയിരുന്നു ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് എന്നോട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സില് എടുത്തു പറയേണ്ട ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഞാൻ മെയിലിൽ അയക്കാം. എങ്കിലും ഒന്ന് രണ്ട് പേരെനിക്ക് എന്താണ്, ഞാനും മാലയും കോർഡിനേറ്റർ ആണെങ്കിൽ പോലും നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിനിത, അരുൺ, ബിജോ, അനുപ, ഈ ഡെക്കറേഷൻ മൊത്തം ചെയ്തിട്ടുള്ള അനുപ ടീമാണ്. അതുപോലെ തന്നെ ദീപക് ആരെടുത്തും ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഈ പ്രോഗ്രാമിന് ദീപക് എനിക്ക് തൂക്ക് വരെ തന്നു. ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്
സമയത്ത് എന്റെ കൂടെ ഓടി വന്ന് പെട്ടെന്ന് വേറൊരു ജോലി എടുത്തോണ്ട് ഓടി വന്ന് എനിക്ക് സഹായിച്ചു തന്നു. അപ്പൊ എനിക്ക് ദീപകിനോട് പ്രത്യേക താങ്ക്സ്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ നടക്കുന്നത് 6:45 അപ്പൊ അതുവരെ നമ്മുടെ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും നിഷിത അപ്പൊ അങ്ങനെ കുറെ കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ സജഷൻസും തന്ന സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്റെ ടീച്ചേഴ്സിനും പിന്നെ എല്ലാവർക്കും